മഴത്തോട് തമ്മിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മളെ പൗലോസേട്ടനാണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. കടയിൽ സാധനം വാങ്ങിക്കാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, "പൗലോസേട്ടൻ എവിടെ പോകുന്നു?" ചോദിക്കുമ്പോഴത്തേക്ക്, "അത് മോളെ അവിടെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ തീർന്നു പോയി. ഞാനത് പോയി വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, "അല്ല പൗലോസേട്ടാ, ഞാൻ വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ പൗലോസ് പറയുന്നുണ്ട്, "അതൊക്കെ കുറച്ച് കഴിഞ്ഞ് മോളെ, ഇത്തിരി അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കണം. ഞാൻ എന്തായാലും കടയിൽ പോയിട്ട് വരാമെന്നൊക്കെ" പറഞ്ഞ് നമ്മളെ പൗലോസാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അലീനയാണെങ്കിലും കിച്ചണിൽ കയറിയാണെങ്കിൽ ചായയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. കുടിച്ചതിന് ശേഷം നമ്മൾ അലീനയാണെങ്കിൽ അവിടെ എല്ലാം ഒക്കെ ഒന്ന് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് സാധനങ്ങളാണ് തീർന്നതെന്നൊക്കെ നമ്മൾ അലീന അവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ ആ നോക്കുന്നുണ്ട്. സമയത്ത് നമ്മൾ അനിയനാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. ഇവിടാണെങ്കിൽ ഇത്രയ്ക്കധികം സാധനം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വലിയ ആളും ഇല്ലല്ലോ ഇവിടെ. ഞങ്ങൾ മാത്രമൊക്കെ അല്ലേ ഇവിടെ ഉള്ളൂ. അതിന് വേണ്ടിയുള്ള ചെലവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ പൗലോസേട്ടനാണെങ്കിൽ കടയിൽ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, "ആ പൗലോസേട്ടൻ എത്തിയോ? എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചത്? ഞാനൊന്ന് നോക്കട്ടെ" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ അടുക്കളയിലെത്തേക്ക് വാങ്ങിക്കുന്നതെന്ന് എനിക്കും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അലീന പറയുന്നുണ്ട്, "ആ ബില്ലൊക്കെ ഒന്നെങ്കിൽ തന്നേരെ പൗലോസേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ" എന്നൊക്കെ പറയുന്നുണ്ടോ. അങ്ങനെ നമ്മളെ പൗലോസാണെങ്കിൽ ബില്ലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അലീന ചോദിക്കുന്നുണ്ട്, "എങ്ങനാ പൗലോസേട്ടാ, ഇവിടെ ആണെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ പൈസ കൊടുത്താണോ മേടിക്കുന്നത്? അതോ മാസം പറ്റായിട്ടാണോ വാങ്ങിക്കുന്നത്?" എന്നൊക്കെ ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, "അത് മോളെ, മാസത്തിലാ നമ്മൾ കൊണ്ട് കാശ് കൊടുക്കുന്നത്. നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ബുക്കിൽ കണക്ക് എഴുതത്തേ ഉള്ളൂ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീനാണെങ്കിൽ ആ ബില്ലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അരിയൊക്കെ ഒരു 50 കിലോ അരിയൊക്കെയുടെ കണക്കൊക്കെ എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ അലീന ചോദിക്കുന്നുണ്ട്, "ഇവിടെ ഇപ്പം 50 കിലോ അരിയുടെ ആവശ്യം വല്ലതും ഉണ്ടോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പൗലോസേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് നോക്കുമ്പോഴും 50 കിലോയുടെ ആ ഒരു മതിപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ പൗലോസ് പറയുന്നുണ്ട്, "അത് മോളെ, അപ്പം ഞാൻ 35 കിലോ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ മുമ്പ് ഞാൻ വാങ്ങിച്ച സമയത്താണെങ്കിൽ ഞാൻ കണക്ക് എഴുതാൻ വേണ്ടി ഞാൻ ബുക്ക് എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു മോളെ. അപ്പം അത് മറന്നുപോയി. അതാ ഇപ്പം എഴുതിക്കൊണ്ട് വന്നേന്നൊക്കെ നമ്മളെ പൗലോസ് ആ സമയത്ത് പറയുന്നുണ്ട്. നമ്മൾ അലീന പറയുന്നുണ്ട്, "അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ പൗലോസേട്ടാ. നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ നോക്കണ്ടെന്നൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീനാണെങ്കിൽ വീണ്ടും ആ ബില്ലും ആ ബുക്കൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു 35 കിലോ അരിയുടെ കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, "ഇപ്പോഴല്ലേ പൗലോസേട്ടാ ഇതിനകത്ത് ഒരു 35 കിലോ അരിയുടെ കണക്ക് കാണിക്കുന്നുണ്ടല്ലോ" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ പൗലോസ് പറയുന്നുണ്ട്, "അതൊന്നും എനിക്കറിയത്തില്ല മോളെ. അത് ഞാൻ ഇവിടെ അടുക്കളയിൽ വന്ന് സ്റ്റോർ റൂമിൽ നോക്കുന്ന സമയത്താണെങ്കിൽ അരി ഇല്ലായിരുന്നു. അതാ ഞാൻ പിന്നെ പോയി അരിയൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, "ഇതിന് ഈ ഒരാഴ്ചയ്ക്കകത്ത് വെച്ചിട്ട് ഇത്രയും അരിയും കാര്യങ്ങളും തിന്ന് തീർക്കാൻ ഇവിടെ ആരാ ഉള്ളതെന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. പപ്പ ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫുഡൊന്നും പപ്പായും കഴിക്കത്തില്ല. പിന്നെ നിങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വെറും ചോറ് മാത്രമാണോ കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ പൗലോസാണെങ്കിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, "എന്തായാലും എനിക്കിതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ മാസം വാങ്ങിച്ച സാധനത്തിൻ്റെ ലിസ്റ്റും അതിൻ്റെ കണക്കും ഒക്കെ എനിക്ക് കിട്ടണമെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. "എന്തായാലും ഞാൻ ഇനി ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം" എന്നൊക്കെ പറയുന്നുണ്ട്. "അപ്പം നിങ്ങൾ എന്താ ഇവിടെ പപ്പായെ പറ്റിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ" ചോദിക്കുന്ന സമയത്താണെങ്കിലും ഇതിന് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനാണെങ്കിൽ പപ്പയെ ഇതിനകത്ത് പപ്പയുടെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ പൗലോസാണെങ്കിൽ പേടിച്ചിട്ട് പറയുന്നുണ്ട്, "അയ്യോ മോളെ, കേണൽ സാറിൻ്റെ അടുത്ത് പറയല്ലേ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളും കടക്കാരുമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടുണ്ട്. ഇപ്പം ഒരു 40 കിലോ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ 50 കിലോ അരിയുടെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നേന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം മിച്ചം വരുന്ന പൈസ നമ്മൾ എടുക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അലീനാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, "നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ അത്രയ്ക്കും വിശ്വസിച്ചല്ലേ നിങ്ങളെ പപ്പ ഇവിടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പപ്പയാണോ നിങ്ങൾ ഈ ചതിക്കുന്നതെന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. "നിങ്ങൾക്ക് തരുന്ന ശമ്പളം പോരാഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വിറ്റ് നിങ്ങൾ പൈസ എടുക്കുന്നതെന്നൊക്കെ" നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ശമ്പളം കൂട്ടി വേണമെങ്കിൽ അത് പപ്പായടുത്ത് പറഞ്ഞാൽ പപ്പ അത് ചെയ്യുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. "എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതെന്തായാലും പപ്പയടുത്ത് പറയുമെന്നൊക്കെ" അലീന പറയുന്ന സമയത്താണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, മോളാണെങ്കിൽ കേണൽ സാറിൻ്റെ അടുത്ത് പറയരുതേ എന്നൊക്കെ പറയുന്നത് നമ്മൾ അലീനയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. "ഞങ്ങളെ ജീവിതമാർഗ്ഗം അത് എന്തായാലും ഞങ്ങളെ ഇല്ലാതാക്കരുതെന്നൊക്കെ" പറയുന്ന സമയത്താണെങ്കിൽ അലീന പറയുന്നുണ്ട്, "എന്തായാലും ഇനി എന്തായാലും ഇതിനകത്തുള്ള എല്ലാ മേൽനോട്ടവും കാര്യങ്ങളും എൻ്റെ മേൽനോട്ടം ഉണ്ടാവും" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ പൗലോസാണെങ്കിൽ പയ്യെ നമ്മൾ അലീനയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.